लोकानां विषये भवरोगिणां यतये सर्वविद्यानां श्रीदक्षिणामूर्तये नमः। अस्मद्गुरुचरणारविद्याभ्यां नमः। पीताम्बरं विराजितशङ्खचक्रा कौमोदगीतसितं करुणासमुद्रं राधासहायादिसुन्दरमन्दहासं पादारे सदृशं प्रतिभावयामि श्रीगुरुवायूरप्पाशरणम्। ശ്രീമദ്ഭാഗവതത്തിൽ ഉടനീളം ഭഗവത് ഭക്തന്മാരെയും അവരുടെ ശ്രീകൃഷ്ണ ഭക്തിയെയും നാം വ്യാസഭഗവാൻ വർണ്ണിച്ചിരിക്കുന്നത്. പ്രഥമ സ്കന്ധത്തിൽ കുന്തിദേവിയുടെയും ഭീഷ്മ പിതാമഹന്റെയും ഭക്തി, ദ്വിതീയ സ്കന്ധത്തിൽ ഭക്തിയുടെ മഹാത്മ്യം തന്നെ വർണ്ണിച്ചിരിക്കുന്നു. തൃതീയ സ്കന്ധത്തിൽ ബ്രഹ്മാവിന്റെ ഭഗവത് സ്തുതി, ചതുർത്ഥ സ്കന്ധത്തിൽ ധ്രുവന്റെയും പൃഥുമഹാരാജാവിന്റെയും ഭഗവത് സ്തുതി, ഷഷ്ഠസ്കന്ധത്തിൽ അജാമിളന്റെ ഭഗവത് സ്തുതി, സപ്തമസ്കന്ധത്തിൽ പ്രഹ്ലാദന്റെ ഭക്തി, അഷ്ടമസ്കന്ധത്തിൽ ഗജേന്ദ്രന്റെ ഭക്തി, നവമസ്കന്ധത്തിൽ അംബരീഷ മഹാരാജാവിന്റെ ഭക്തി, ദശമസ്കന്ധത്തിൽ ഗോപികളുടെ ഭക്തി, അക്രൂരന്റെ ഭക്തി, കുചേലന്റെ ഭക്തി, ഏകാദശത്തിൽ ഒരു ഭക്തന്റെ ലക്ഷണങ്ങൾ വിവരിച്ചിരിക്കുന്നു. ദ്വാദശത്തിൽ മാർക്കണ്ഡേയന്റെ തപസ്സും ഭക്തിയും വിവരിച്ചിരിക്കുന്നു. ഇങ്ങനെ ശ്രീമദ് ഭാഗവതം ശ്രദ്ധയോടെ കേൾക്കുകയും അതിലെ തത്വങ്ങളെ വിചാരം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഭക്തി പ്രഭാവത്താൽ സകല ധർമ്മവാദനങ്ങളും നശിച്ച് അവർ മുക്തരായി തീരും എന്നതിൽ ഒരു സംശയവുമില്ല. ഇത് സാധിച്ച അക്രൂരൻ എന്ന ഒരു യാദവ ശ്രേഷ്ഠന്റെ അഗാധ ഭക്തിയെ വിവരിക്കുന്ന ഭാഗമാണ് ദശമസ്കന്ധത്തിൽ 38-ാം അധ്യായത്തിൽ വരുന്ന അക്രൂര ആഗമനം. ഭക്തവത്സരനായ ശ്രീഹരി ദേവകി വസുദേവന്മാരുടെ പുത്രനായി അവതരിച്ച് പിന്നീട് നന്ദഗോപരുടെയും യശോദമ്മയുടെയും കണ്ണിലുണ്ണിയായി വളർന്നതെല്ലാം ലോകത്തിലെ സകല ജനങ്ങളെയും അനുഗ്രഹിക്കാനും ദുഷ്ടന്മാരെ ഒന്ന് ഭൂമിയുടെ ഭാരം കുറയ്ക്കാനും വേണ്ടിയായിരുന്നു. കംസവധവും അതിന്റെ ഈ ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു. ഇത് അറിഞ്ഞിരുന്ന നാരദമുനി ഒരിക്കൽ ഭഗവാന്റെ ജന്മരഹസ്യത്തെ കംസനോട് പറഞ്ഞു. ദേവകി പുത്രിയാണെന്ന് കരുതിയ ആ പെൺകുഞ്ഞ് യശോദയായിരുന്നു. യശോദയുടെ പുത്രനാണെന്ന് കരുതുന്ന കൃഷ്ണൻ ദേവകിയുടെ 8ാമത്തെ പുത്രനാണ്. രോഹിണിയുടെ പുത്രനാണ് ബലരാമൻ. ഈ രാമകൃഷ്ണന്മാരാണ് കംസനെ വധിക്കാൻ പോകുന്നത്. ഇതറിഞ്ഞ കംസൻ കോപാഗ്രനെ അടിമുടി വധിച്ചു. വസുദേവനെയും ദേവകിയെയും വാളെടുത്തു അവരെ നിഗ്രഹിക്കാൻ വേണ്ടി. അപ്പോൾ നാരദൻ പറഞ്ഞു, നിർത്ത്, കാരണം ഇവരെ ബന്ധിച്ചിട്ട് നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അവരെ എങ്ങനെ നീ ശ്രീകൃഷ്ണൻ ബലരാമന്റെ അടുത്ത് നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? അതിനെപ്പറ്റി ആലോചിക്കുക. സോ അപ്പോൾ മനസ്സിലായി, ശരി. കംസൻ വാളിനെ വെച്ചു, അവർ തന്നെ വെച്ചു. പിന്നെ എങ്ങനെ ഇവരെ ഇവിടുന്ന് അവിടുന്ന് ദ്വാരകാപുരിനെ കൊണ്ടുവരാൻ പറ്റും? രാമകൃഷ്ണന്മാരെ അവിടുന്ന് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അത് കംസൻ ആലോചിച്ചു. സോ താൻ പോയാൽ പറ്റില്ല, വേറെ ആരെങ്കിലും പോയാലും അവർ വരണമെന്നില്ല. രാമകൃഷ്ണന്മാരിലെ ഭക്തിയും സ്നേഹവും ബഹുമാനമുള്ള ഒരാളെ അയച്ചാലേ അവർ വരുള്ളൂ. അങ്ങനത്തെ ഒരാൾ ആരാണെന്ന് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, അക്രൂരൻ. തൻ്റെ മതിന്റെ പേരുള്ള ഒരു അക്രൂരനുണ്ട്. അയാൾക്ക് ഈ കൃഷ്ണഭഗവതിനോട് വളരെയധികം ഭക്തിയാണ്. പക്ഷേ അത് അയാൾ പുറമേ കാണിച്ചില്ല, കാരണം കംസനോടുള്ള ഭയം കാരണം. സോ കംസൻ വിചാരിച്ചു, ഈ അക്രൂരന്റെ യഥാർത്ഥ ഭക്തിയെ താൻ ചൂഷണം ചെയ്യാം. ഈ അവസരത്തിൽ അതിനെ ഉപയോഗിച്ച് അവരെ ഇവിടേക്ക് കൊണ്ടുവരാം എന്ന് വിചാരിച്ച് അക്രൂരനെ വിളിപ്പിച്ചു. അക്രൂരൻ്റെ അടുത്ത് പറയണു. കംസൻ പറഞ്ഞു, നോക്കൂ, എന്നെ വധിക്കാൻ പോകുന്നത് രാമകൃഷ്ണന്മാരാണ്. അവരെ നീ ഇവിടെ എന്തെങ്കിലും നിന്റെ ആ ഭക്തി ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും അവിടെ ഇവിടേക്ക് കൊണ്ടുവരണം, മധുരാപുരിയിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇവിടെ ഉള്ളിയാപ്പിടം എന്ന് പറഞ്ഞ ആനയുണ്ട്, അതവരെ വധിച്ചോളും. അതിന് പറ്റിയില്ലെങ്കിൽ പിന്നെ എൻ്റെ മറ്റേ അസുരന്മാരുണ്ട്, അവരെ വധിച്ചോളും. അത് കാരണം അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ നോക്കിക്കോളാം. നിന്റെ പണി അവിടെ നിന്ന് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക, എന്തെങ്കിലും ഉപയോഗിച്ച് വേണമെങ്കിൽ പറയാം. ഇവിടെ ധനുർയാഗം എന്ന ഒരു മഹായാഗം കംസൻ നടത്താൻ പോകുന്നുണ്ട്, അതിന് നിങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ രാജേനെ അവരെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞാൽ അവരെ അക്രൂരനോട് ഉടനെ ദ്വാരയിലേക്ക് പുറപ്പെടാൻ പറയുന്നു.
സോ അക്രൂരന് വളരെ സന്തോഷമായി. ബിക്കോസ് താൻ ഇച്ഛിച്ചതും ഭഗവാനെ കാണുന്നതാണ്, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ നിശ്ചയിച്ചതും ഒരുപോലെയായി. അങ്ങനെയായി അക്രൂരന് ശരി ഞാൻ പോവാം. പക്ഷെ അക്രൂരന് അറിയാം ഇങ്ങോട്ട് കംസം വിചാരിക്കുമ്പോൾ ഭഗവാനെ നിഗ്രഹിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ അക്രൂരൻ പറയാണ്, സിദ്ധ്യോ സമം കുര്യാത് ദൈവം ഹി ബലസാധനം. രാജാവേ, അങ്ങ് ആലോചിച്ചെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ വളരെ ബുദ്ധികരം തന്നെയാണ്. പക്ഷേ അങ്ങ് മനപ്പായസം കുടിക്കുകയാണ്. അങ്ങയുടെ മനോരഥം നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. കാരണം എല്ലാം ഈശ്വരേച്ഛ പോലെയാണ് നടത്തുക. ജനങ്ങൾ എന്തായി നടത്തുന്നത്? ജനങ്ങൾ കാര്യങ്ങൾ നടത്തുന്നു. അവർ വിചാരിക്കുന്നു അവർക്കാണ് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഉദ്ദേശിച്ച ഫലം ദൈവയിച്ച പോലെ നടക്കുകയുള്ളൂ. കർമ്മണ്യേയും അധികാരത്തെ മാമലേഷു പ്രധാന എന്നല്ലേ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞത്. ഇവിടെയും അക്രൂരൻ അതാണ് പറഞ്ഞത്. നമ്മൾ ഉദ്ദേശിച്ച ഫലം അല്ല എപ്പോഴും കിട്ടുക, ചിലപ്പോൾ വിപരീതമാകാം. ഈശ്വര ഇച്ഛായ വിപരീതമായിരിക്കാൻ. എന്നാലും ജനങ്ങൾ തങ്ങളുടെ മനോരഥം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഗണ്യമായിട്ട് ഇവിടെ അക്രൂരൻ പറഞ്ഞത്, അങ്ങ് വധിക്കാൻ ശ്രമിക്കുന്ന രാമകൃഷ്ണന്മാർ സർവേശ്വരന്മാരാണ്, അങ്ങേ കൊണ്ട് അവരെ വധിക്കുവാൻ സാധിക്കില്ല. ഇതാണ് അതിന്റെ പിന്നിലുള്ള അർത്ഥം. എപ്പോഴും ജനങ്ങൾ വിചാരിക്കുന്നു തനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഈശ്വരേച്ഛ പോലെ കാര്യങ്ങൾ നടത്തുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം ഇവിടെ. പിന്നെ ഏതായാലും കംസന്റെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ പോയി വൃന്ദാവനത്തിലേക്ക് പോയി അവരെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അക്രൂരൻ അവിടുന്ന് യാത്രയായി. പിറ്റേ ദിവസം അക്രൂരൻ വൃന്ദാവനത്തിലേക്ക് അതിനുവേണ്ടി കംസൻ തന്നെ രഥം തന്നെ കൊടുത്തു. എന്റെ രഥം തന്നെ കൊടുത്തിട്ട് അവിടെ പോയി അക്രൂരൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, കൃഷ്ണനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ പറയാണ്, എനിക്ക് എന്റെ നമ്മളിപ്പോ ഗുരുവായൂർക്ക് ശ്രീകൃഷ്ണനെ കാണാൻ പോകാറില്ലായിരിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും നമ്മുടെ ആലോചന? ആ ഗുരുവായൂരില് അവിടെ എത്ര തിരക്കുണ്ടാവുമോ, എത്ര ക്യൂ ഉണ്ടാവുമോ, ആരെ പിടിച്ചാൽ നമുക്ക് ഒരു ചീട്ട് കിട്ടും, എങ്ങനെ അകത്ത് കയറാം, അകത്ത് എങ്ങനെയെങ്കിലും കയറ്റി എങ്ങനെ ആ ഒരു നിമിഷം ദർശനം കിട്ടി. അത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഒരു മുണ്ടിയിൽ ഒരു പൈസ എത്ര പൈസ ഇടണം, അത് കഴിഞ്ഞാൽ എന്ത് വഴിപാട് ചെയ്യണം, ആ അതൊക്കെ കഴിഞ്ഞ് എങ്ങനെയും പുറത്തു വന്നു കഴിഞ്ഞാൽ ഏത് ഹോട്ടലിൽ മസാല ദോശ കഴിക്കണം, അല്ലെങ്കിൽ പുടി കഴിക്കണം, ഗുരുവായൂർ പപ്പടം എവിടെ നിന്ന് വാങ്ങിക്കണം, ഇതൊക്കെയല്ല നമ്മൾ വിചാരിക്കുക. പക്ഷെ ഇവിടെ അക്രൂരൻ എന്താണ് വിചാരിക്കുന്നത്? കിം മയാ ആചരിതം ഭദ്രം കിം തപ്തം പരമം തപഃ കിം വാ അഗാമ്യഖലേ തക്കം യത്ക്ഷ്യാമി അദ്യ കേശവം. അങ്ങനെ വിചാരിക്കുകയാണ്, ഈ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ ഞാൻ നോക്കുകയാണ്. പക്ഷേ അത്രയ്ക്കും ഭാഗ്യം ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്ത് തപമാണ് ഞാൻ ചെയ്തത്, എന്ത് തപസ്സാണ് ചെയ്തിരിക്കുന്നത്, ഞാൻ എന്ത് ആർക്കാണ് എത്ര ദാനമാണ് കൊടുത്തിരിക്കുന്നത്, അത്രയും ദാനം ചെയ്തിട്ടുണ്ടോ, എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനുള്ള അർഹതയുണ്ടോ? അങ്ങനെയാണ് അങ്ങൊരു ഞാൻ കാണുന്നതല്ല, കാണാനുള്ള അർഹതയുണ്ടോ എന്നാണ് അവർ ആലോചിക്കുന്നത്. മമേക ദുർലഭം മഞ്ഞ ഉത്തമ ശ്ലോക ദർശനം വിഷയാത്മനോ യഥാ ബ്രഹ്മ കീർത്തനം ശൂദ്രജന്മനഃ. ശ്രീകൃഷ്ണനെ കാണാൻ സാധിക്കുമോ എന്നതിനെ പറ്റിയാണ് അക്രൂരന്റെ ചന്ദ്രയുടെ. ഒരു ശൂദ്രന് വേദാധ്യായം കിട്ടുമോ? അതുമാതിരിയാണ് വിഷയാസക്തമായ സാധാരണ മനുഷ്യനായ എനിക്ക്, ഈ സംസാര ദുഃഖങ്ങളെ അനുഭവിക്കുന്ന എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പറ്റുമോ? അതാണ് അക്രൂരന്റെ ആ ചിന്ത ആ സമയത്ത്. സാധ്യേവ അച്യുത ദർശനം ഗിര്യമാണ കാലനദ്യ ക്വചിത് തരതി കർശന. ഒരു പക്ഷേ പൂർവജന്മ സുഹൃതം കൊണ്ട് ഒരു നദിയുടെ പ്രവാഹത്തിൽപ്പെട്ട് ചെറുവസ്തുക്കൾ കരയ്ക്ക് അടുക്കുന്നത് പോലെ തനിക്കും ഈ സംസാരത്തിന്റെ മറുകര കാണാൻ ചിലപ്പോൾ സാധിച്ചാൽ പറ്റും. അതല്ലേ നമ്മളുടെ എല്ലാം ഇവിടത്തെ ഇപ്പോ ഏതോ നമ്മുടെ ഒരു പൂർവ്വ സുഹൃതം കൊണ്ടാണ് നമുക്കെല്ലാം ഈ ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഈ ഭഗവത് നാമം ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ? അതായത് ശിവ നിങ്ങളെല്ലാം അതിൽ എല്ലാവരും ഭാഗ്യം സുഹൃതം ചെയ്തവരാണ്. കണ്ണുകൊണ്ട് പരമഭാഗ്യം സച്ചിദാനന്ദ സ്വരൂപയായ ഭഗവാനെ കാണലാണ്. അയമ്മേ പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം. കണ്ണനെ കാണാത്ത കണ്ണെന്തിനാണ്? ഒരു മനുഷ്യന്റെ ജന്മസാഫല്യം ഭഗവാനെ കാണുന്നതാണ്. മഴക്കാറ് കാണുമ്പോൾ വെള്ളം കുടിക്കാമല്ലോ എന്ന് വേടാമ്പൻ മോഹിച്ചിരിക്കുന്നത് പോലെ അക്രൂരൻ കണ്ണനെ കാണാൻ മോഹിക്കുന്നു. ഇവിടെ
മമാദ്യ അമംഗളം നഷ്ടം ബലവാൻ ചൈവ മേ ഭവഃ യന്നമസ്തേ ഭഗവതഃ യോഗീർജേയാം ത്രിപങ്കജം. യോഗികൾക്ക് കൂടി യോഗിമാർക്ക് കൂടി ദുർലഭമായ ആ ഭഗവാന്റെ ദിവ്യ പാദകമലത്തെ മാംസദൃഷ്ടികൾ കൊണ്ട് ഞാൻ കാണാൻ പോകുന്നത് ആ എൻ്റെ പൂർവ്വ സുഹൃത്തം കണ്ടിട്ടുണ്ടാവാം. എൻ്റെ ഈ ജന്മം അങ്ങനെ സബലീകരിക്കട്ടെ. ഹംസോപദാതിർത വേദ്യനുഗ്രഹം രക്ഷേ അംഗ്രിപദ്മം പ്രഭിതോ മുദാഹരേ ഹൃദാവതാരസ്യ ദുരത്യം തമഃ പൂർവേരരണ്യന്നത മണ്ഡലദ്വിഷാഃ. കംസൻ എനിക്കൊരു അനുഗ്രഹം ചെയ്തിരിക്കുകയാണ്. അത് കാരണമല്ലേ എനിക്ക് ഭഗവത് പാദം ദർശിക്കാൻ പറ്റാൻ പോകുന്നത്. ഇതിനും ഭഗവാന്റെ കാരുണ്യം തന്നെയാണ് എനിക്കുള്ളത്. ഭഗവാന്റെ പാദനഖങ്ങളിൽ നിന്ന് വരുന്ന മഹാപ്രകാശം ഭക്തന്മാരുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നു. അത്ര മഹത്തായ പാദദർശനം എനിക്കും കിട്ടാൻ പോകുന്നത്. അതാണ് അക്രൂരന്റെ ചിന്ത. ആ സമയത്ത് ഇങ്ങനെ അക്രൂരൻ ചിന്തിച്ചു കൊണ്ടുപോകുന്ന പെട്ടെന്ന് രഥം നിൽക്കുന്നു. അക്രൂരൻ തന്റെ മനോരഥത്തിൽ നിന്നും ഉണരുന്നു. ആ രഥം നിൽക്കുമ്പോൾ അക്രൂരൻ അതേ മനോരഥത്തിലായിരുന്നു. ആ രഥത്തിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ പ്രശാന്ത സുന്ദരമായ ഒരു വനപ്രദേശത്തിലാണ് രഥം നിൽക്കുന്നത്. പ്രദക്ഷിണമേ പ്രചരന്തി വൈകുന്നാഹ. അതിസുന്ദരമായ കാഴ്ച. ധാരാളം കൃഷ്ണമൃഗങ്ങൾ ആ രഥത്തിനെ ചുറ്റി വരുന്നു, പ്രദക്ഷിണം ചെയ്യുന്നു. വളരെ ശ്രേഷ്ഠമായ ശകുനം. അക്രൂരന് ഉറപ്പായി തനിക്ക് തീർച്ചയായും ഭഗവത് ദർശനം കിട്ടും. പിന്നെ അക്രൂരൻ താൻ കാണാൻ പോകുന്ന അതുവരെ തനിക്ക് ഭഗവത് ദർശനം കിട്ടുമോ എന്നായിരുന്നു നമ്മളുടെ ചിന്ത. ഇപ്പോ ഈ നല്ല ശകുനം കണ്ടപ്പോൾ ഭഗവത് ദർശനം കിട്ടും എന്ന് ഉറപ്പായി. അപ്പോൾ പിന്നെ ആ കാണാൻ പോകുന്ന ഭഗവാനെ അങ്ങയുടെ പാദകമലങ്ങളെ പറ്റി അങ്ങോട്ട് വർണ്ണിക്കുകയാണ്. യദർശിതം ബ്രഹ്മവാദിഭിഃ സുരൈഃ ശ്രിയാചതേയാമുനിഭിഃ സദാത്വതൈഃ ഗോചാരണായ അനുചരൈഃ ചരദ്വനേ യത്കോപികാനാം കുജകുങ്കുമാംഗിതം. ബ്രഹ്മാവ്, ശിവൻ മുതലായ ദേവന്മാർ അർച്ചിച്ച പാദം, ശ്രീ ഭഗവതി സദാ പരിചരിക്കുന്ന ചരണകമലം, മുനിമാരും ഭക്തന്മാരും സദാ പൂജിക്കുന്ന പാദങ്ങൾ, ഗോപകുമാരന്മാരോട് കൂടെ പശുക്കളെയും കൂട്ടി കാട്ടിൽ സഞ്ചരിക്കുന്ന പാദങ്ങൾ, ഗോപികളുടെ കുജകുങ്കുമത്താൽ അലങ്കരിക്കപ്പെട്ട പാദങ്ങൾ. ഈ പാദങ്ങളാണ് ഞാൻ ദർശിക്കാൻ പോകുന്നത്. ദൃശ്യാമി സൂതാം സുഖബോധനാസ്തികാം സ്മിതാവലോകാലുണകഞ്ചലോചനം മുഖം മുകുന്ദസ്യ കുടാലകാര്യതം. അതിമനോഹരങ്ങളായ കവിൾതടങ്ങൾ ഇവിടെ ഭഗവാനെ വർണ്ണിക്കുകയാണ്. അക്രൂരൻ ഭഗവാനെ വർണ്ണിക്കുകയാണ്. അതിമനോഹരങ്ങളായ കവിൾതടങ്ങൾ, ലക്ഷണം നിറഞ്ഞ നാസിക, മന്ദസ്മിതത്തോടു കൂടിയ കണ്ണ്, നോട്ടം, ചെന്താമരപ്പൂ പോലെയുള്ള മനോഹര കണ്ണുകൾ, ചുരുണ്ട തലമുടി. ഇങ്ങനെയാണ് ഒരു വർണ്ണിക്കുകയാണ്. ഇതെല്ലാം അവരുടെ വർണ്ണനയാണ്, മനസ്സിലുള്ള വർണ്ണനയാണ്. അഭ്യദ്യ വിഷ്ണോർ മനുജത്വമീയുഷഃ പാരാവതാരായ ഭുവോ നിജേച്ഛയ ലാവണ്യനാമ്നോ ഭവിതോ ബലം വനം മഹ്യം നനസ്യാത് ബലം അഞ്ജസാദൃശഃ. ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ സൗന്ദര്യമുള്ള മനുഷ്യരൂപം ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ സർവ അംഗങ്ങളെയും ദർശിക്കുവാൻ കാക്ഷിക്കുന്നതിനെ ഇവിടെ വർണ്ണിക്കുകയാണ്. ഒരു ഭക്തൻ ഭഗവാന്റെ രൂപത്തെ എങ്ങനെ ധ്യാനിക്കണം എന്ന ക്രമത്തെയാണ് ഇവിടെ അക്രൂരൻ ഈ വർണ്ണനയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ആദ്യം പാദം, പിന്നെ മുഖാരവിന്ദം, പിന്നെ മുഖത്തിലുള്ള നാസിക, നേത്രങ്ങൾ, കപോളങ്ങൾ, കേശഭാരം, മന്ദഹാസം, അനുഗ്രഹ